ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഉള്ളിലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഉള്ളിലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 13 കിലോ ഉള്ളിയാണ്. 13 കിലോ ഉള്ളി കഴുകി വൃത്തിയാക്കി, നല്ലതുപോലെ അഴുക്കുണ്ടല്ലോ ഉള്ളിയിലൊക്കെ, അപ്പോൾ നല്ലതുപോലെ കഴുകണം. എന്നിട്ട് അത്രയും ഉള്ളി കൊള്ളാവുന്ന വലിയൊരു കലം വെച്ചിട്ട് വളരെ കുറച്ചളവിൽ വെള്ളം വെച്ചാൽ മതി. കാരണം ഉള്ളിയിൽ നല്ലതുപോലെ വെള്ളമുണ്ടാവും. അപ്പോൾ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെന്ത് വരുമ്പോൾ വെള്ളം നല്ലതുപോലെ ഇറങ്ങി വരുന്ന കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അതെടുത്ത് ഒരു ഉരുളിയിലേക്ക് മാറ്റാം. അതിനുശേഷം പിന്നെ ഉരുളിയിൽ വേവിക്കുന്നതായിരിക്കും സുഖം. നല്ലതുപോലെ ഇളക്കൊക്കെ വേണ്ടേ. ഞാനിത് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. 3 തേങ്ങയുടെ 2-ാം പാലിലാണ് ഉള്ളി വേവിച്ചെടുക്കുന്നത്. 1-ാം പാല് നമ്മൾ ഒഴിക്കുന്നത് അവസാനമാണ്. ഉള്ളിലേഹ്യം ഏകദേശം റെഡിയാവുന്ന സമയത്താണ് നമുക്ക് 1-ാം പാല് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 1-ാം പാല് എടുത്ത് മാറ്റി വെക്കണം. 2-ാം പാലിൽ നമുക്ക് ഉള്ളി വേവിച്ചെടുക്കാം. ഉള്ളിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ് നമുക്ക് ഈന്തപ്പഴം. അതുമാത്രമല്ല, ഷുഗർ സംബന്ധമായ ആളുകളുണ്ടാവില്ല, അവർക്കും കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈന്തപ്പഴം ഒരു 3 കിലോ ചേർക്കുന്നുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് പനം ചക്കരയാണ്. പനം ചക്കര നമ്മളൊരു 4 കിലോയോളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ഷുഗർ സംബന്ധമായ പ്രശ്നമുള്ളവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളിലേഹ്യം തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നല്ല ടേസ്റ്റുമായിരിക്കും പനം ചക്കര ചേർക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഉള്ളിയിൽ വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കാനും ഉള്ളിലേഹ്യം കഴിച്ചാൽ സഹായിക്കും. വളരെ നല്ലതായിരിക്കും. ചർമ്മത്തിനും മുടിക്കും ഗുണകരമാണെന്ന് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും ഉള്ളിലേഹ്യം ഓരോ ടീസ്പൂൺ വീതം ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദഹനത്തെയൊക്കെ നല്ലോണം റെഡിയാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ബലക്ഷയം കുറയ്ക്കുന്നതിനും അവരുടെ ഗർഭാശയത്തിൻ്റെ ആരോഗ്യം പൂർണ്ണസ്ഥിതിയിലെത്തിക്കുന്നതിനും ഉള്ളിലേഹ്യം പ്രസവം കഴിഞ്ഞ ആ സമയത്ത് തന്നെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ചെറിയൊരു മരുന്നുകൂട്ട് പൊടിച്ചും ചേർത്തിട്ടുണ്ട്. ഉരുളിയിൽ നിന്ന് ലേഹ്യം ഇങ്ങനെ വിട്ടു വരുന്ന സമയത്ത് വേണം നമ്മൾ 1-ാം പാൽ ഒഴിക്കാൻ. 1-ാം പാൽ ഇപ്പോൾ ഇത് കട്ടിയായിരിക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ട് ഒഴിച്ചത് കൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഇളക്കി നമ്മുടെ ഉള്ളിൽ നിന്ന് നല്ലതുപോലെ വിട്ടു വരുന്നത് നമുക്ക് മനസ്സിലാവാൻ ഇളക്കുമ്പോൾ. ആ ഒരു പരുവത്തിൽ വേണം അതൊക്കെ ചേർക്കാൻ. പിന്നെ കുറച്ചും കൂടി കട്ടിയാവാൻ നിർത്തണം. അതിനുശേഷം നമ്മുടെ ഉള്ളിലേഹ്യം തയ്യാറായി.